നമസ്കാരം. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നേതാവ് ഒരു പ്രയോഗം നടത്തി, അല്ലെങ്കിൽ ഒരു വിശേഷണം നടത്തി. ഞാനത് കേട്ടപ്പോൾ വല്ലാതെ സംശയം, ഇതാരാണ് ഈ പറയുന്നത് എന്ന്. നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ ഇവർ രണ്ടുപേരാണ് ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയേണ്ടത് അല്ലെങ്കിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ആയിരിക്കും, അതല്ലെങ്കിൽ അമിത്ഷാ ആയിരിക്കും അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ ധരിച്ചത്. അത് വേറൊന്നുമല്ല, വടക്കേ ഇന്ത്യയിൽ നിന്നും പേടിച്ചോടിയ രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കും എന്ന്. ഇത് നരേന്ദ്രമോദി 2 ദിവസം മുമ്പ് തന്നെ വടക്കേ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ, മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെ പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ കേട്ട വാക്കുകളാണ്. അപ്പോൾ അതേ വാക്കുകൾ അതേ രീതിയിൽ ഒരു മാറ്റവുമില്ലാതെ അതേ സെന്റൻസുകൾ തന്നെ ഇവിടെ കേട്ടപ്പോൾ അത് അമിത്ഷാ വീണ്ടും പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അതായത് വടക്കേ ഇന്ത്യയിൽ നിന്നും പേടിച്ചോടിയ രാഹുൽ ഗാന്ധി ആണ് കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതെന്നും ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോറ്റു തുന്നം പാടും എന്നും പറയുന്നത് രണ്ടാമത് അമിത്ഷാ ഏറ്റു പറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും നരേന്ദ്രമോദിയുടെയും അതുപോലെ അമിത്ഷായുടെയും ശബ്ദമല്ല. നമ്മൾ സ്ഥിരം അത്യാവശ്യം കേൾക്കുന്ന ശബ്ദമാണ്, മുറിച്ച് നിർത്തി പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ശൈലിയിലുള്ള ഒരു ശബ്ദം. അപ്പോഴാണ് അത് മനസ്സിലാവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദമാണെന്ന്. അപ്പോഴാകെ എനിക്ക് വല്ലാതൊരു സംശയം തോന്നി, ഇതാരാ ഇങ്ങനെ പറയുന്നത്? നരേന്ദ്രമോദി പറയുന്ന അതേ വാക്കുകൾ, അമിത്ഷാ പറയുന്ന അതേ വാക്കുകൾ മുഖ്യമന്ത്രി പറയുന്നു. അതായത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു പേടിത്തൊണ്ടനാണെന്നും അയാൾ വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവനാണെന്നും അത് കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ വന്ന് മത്സരിച്ചെന്നും അവിടെ മത്സരിക്കുമ്പോൾ ഇപ്പോൾ തോൽക്കുമെന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കബളിപ്പിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോഴാണ് എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നിയത്. എന്തുപറ്റി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും CPM-നും എന്ന്? BJPക്ക് വേണ്ടിയിട്ടാണോ ഇപ്പോൾ CPM പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് എന്ന് സംശയം തോന്നാൻ കാരണം അതാണ്. കാരണം BJP പറയുന്ന അതേ വാക്കുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ തന്നെ എടുത്തു പ്രയോഗിക്കുമ്പോൾ, അതേ വാക്കുകൾ അതുപോലെ തന്നെ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും ഇന്ന് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ അത് തലക്കെട്ടായിട്ടാണ് വാർത്ത വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കുന്നില്ല, അയാൾക്ക് യാതൊരു ഗുണവുമില്ല, ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുവിടാത്ത വെറും ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് അയാളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ വയനാട്ടിൽ ഇയാൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വയനാട്ടിൽ ഇപ്പോൾ തോൽക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ കൊണ്ട് മോശപ്പെട്ട വാക്കുകൾ, പണ്ട് BJP-ക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അർത്ഥം പപ്പു എന്ന വാക്ക് തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആ വാക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP പറയേണ്ട വാക്കുകൾ, BJP പ്രചരിപ്പിക്കേണ്ട വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്രത്തിൽ ആ വാർത്തയ്ക്ക് മധ്യത്ത് ഒരു ചിത്രം അവർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ, മാതൃഭൂമിയിൽ തന്നെയാണ്. ആ ചിത്രത്തിൽ കാണിക്കുന്നത് ഈ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന വാർത്തകൾ വെച്ചപ്പോൾ അതിനകത്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഏതെന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ തലക്കെട്ട്, ഫോട്ടോ നിങ്ങൾ കാണും. ആ ഫോട്ടോ ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുകയും ചെയ്യാം. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്. അതേസമയം ബംഗാളിൽ, എന്താ വെച്ചാൽ ഈ വാർത്ത വന്നതിന് ശേഷമുള്ള അതേസമയം ബംഗാളിൽ എന്നാണ് ആ തലക്കെട്ട്. ബംഗാളിലെ കോൺഗ്രസ് അധ്യക്ഷനും ബഹാംപൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ അധീർ രഞ്ജൻ ചൗധരിയും ഇടതുമുന്നണി ചെയർമാൻ ബിമൽ ബോസും കൽക്കത്ത പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ബംഗാളിൽ കോൺഗ്രസും ചേർന്നാണ് CPM മത്സരിക്കുന്നത് എന്നാണ് തലക്കെട്ട്. മതിയല്ലോ, ഇതിനപ്പുറം മറ്റെന്തെങ്കിലും വേണോ? ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ ഗോഗോ വിളിക്കുന്ന മുഖ്യമന്ത്രിക്കും പശ്ചിമ ബംഗാളിലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബിമൽ ബോസ്, ബിമൽ ബോസും അതുപോലെ അധീർ രഞ്ജൻ ചൗധരിയുടെ ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു BJP-ക്കെതിരെ എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് നമ്മൾ പറയേണ്ടത്? പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക.